ലക്ഷ്മി ദേവിക്ക് കാവലാളായി കാലങ്ങളായി കാവലിരിക്കുന്ന വെള്ളിമൂങ്ങയെ കാണാൻ നിരവധി ഭക്തർ എത്തുന്നതായി ക്ഷേത്രക്ഷേമ സമിതി മുൻ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ പറഞ്ഞു. മച്ചാട് കുളപ്പുറമംഗലം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, ഒരു സമയത്ത് ഇത് തകർന്നടിഞ്ഞ് ശ്രീകോവിലൊക്കെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇത് പുനരുദ്ധാരണം കഴിഞ്ഞ് വളരെ ഭംഗിയായ രീതിയിൽ അത് നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കിഴക്കേ ശ്രീകോവിലിന് മുകളിൽ ഒരു വെള്ളിമൂങ്ങ സ്ഥിരമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ശല്യമാണെന്ന് കരുതി ഞങ്ങൾ പലവട്ടം ഫോറസ്റ്റുകാർ വന്നു വലയൊക്കെ വിരിച്ച് അതിനെ പിടിച്ച് കളയാൻ ശ്രമിച്ചു. പക്ഷെ അത് പോയില്ല, പറന്നുപോയി. പക്ഷെ വീണ്ടും അതേ സ്ഥാനത്ത് വന്നിരുന്നു. പിന്നീട് ഞങ്ങൾ പല രീതിയിൽ അതിനെ ആട്ടി ഓടിച്ചെങ്കിലും അത് പോവാതെ തന്നെ അവിടെ തന്നെ സ്ഥിരമായിട്ട് വേറൊരു സ്ഥലത്തും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് അന്വേഷിച്ച സമയത്താണ് ഒരു ശ്രേഷ്ഠനായ ഒരാൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അതിനെ ഓടിക്കരുത്, അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം മറ്റുണ്ടാകും. അപ്പം ഞങ്ങൾ പോയി അത് ശ്രദ്ധിച്ചു, വേറെ ആൾക്കാരെ കൊണ്ടൊന്ന് കാണിച്ച സമയത്ത് അവിടെ ലക്ഷ്മി ദേവിയുടെ ഒരു ബിംബം അതിന് മുകളിലുണ്ട്. അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് വിഷമമായി, അതിനെ ഓടിക്കണേരുന്നില്ല തോന്നി. പക്ഷെ പിന്നെ അത് ജനങ്ങൾ അറിഞ്ഞ് പൊതുവെ ആളുകൾ അത് കാണാനും ആ വെള്ളിമൂങ്ങയെ കണ്ട് ഒരു ദർശനം പുണ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പം നിരവധി ആളുകളാണ് കുളപ്പുറമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഈ വെള്ളിമൂങ്ങയെ കാണാനും ഭഗവാനെ കണ്ട് തൊഴുന്നതിനൊപ്പം തന്നെ ആ പിൻഭാഗത്ത് പോയിട്ട് വെള്ളിമൂങ്ങയെ കാണുന്നതിനും. ഭഗവാന്റെ പിൻഭാഗത്താണ് അതിരിക്കുന്നത്, കിഴക്കേ ഭാഗത്തായിട്ടാണ് അതിരിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ലക്ഷ്മി ദേവിയും കൂടി സാന്നിധ്യമുള്ളതായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. മച്ചാട് കുളപ്പുരമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ് അപൂർവമായ ഈ കാഴ്ചയുള്ളത്. കഴിഞ്ഞ 6 വർഷമായി വെള്ളിമൂങ്ങ അമ്പലത്തിലെ അന്തേവാസിയാണ്. മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്കേ ശ്രീകോവിലിന് മുകളിലാണ് വെള്ളിമൂങ്ങയുടെ ഇരിപ്പിടം. താഴെ ലക്ഷ്മി ദേവിയുടെ രൂപമുണ്ട്. ഈ സ്ഥലത്തു നിന്നു മാറി മറ്റൊരിടത്തേക്ക് വെള്ളിമൂങ്ങ ഇരിക്കാറില്ല. വെള്ളിമൂങ്ങ കാഷ്ടമിടുന്നത് ശല്യമായപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ വിവരം വനപാലകരെ അറിയിച്ചു. വലയുമായി എത്തിയ വനപാലകർ വെള്ളിമൂങ്ങയെ വല വീശി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പറന്നുപോയി. വീണ്ടും അതേ സ്ഥലത്ത് വന്നിരുന്ന വെള്ളിമൂങ്ങയെ ക്ഷേത്ര സമിതി ഭാരവാഹികൾ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഇതേ സ്ഥലത്ത് തമ്പടിക്കുകയായിരുന്നു. സംഭവത്തിൽ ആശ്ചര്യം തോന്നിയ ക്ഷേത്രം ഭാരവാഹികൾ ചില പണ്ഡിതരെ കണ്ട വിവരം അറിയിക്കുകയായിരുന്നു. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ദേവിയുടെ വാഹനമായാണ് വെള്ളിമൂങ്ങ പ്രത്യക്ഷപ്പെട്ടതെന്നായിരുന്നു കണ്ടെത്തൽ. വെള്ളിമൂങ്ങയെ ആട്ടി ഓടിക്കരുതെന്നും പണ്ഡിതർ നിർദ്ദേശിച്ചു. സംഭവം നാട്ടിൽ പാട്ടായതോടെ മഹാദേവ ക്ഷേത്രത്തിലെ വെള്ളിമൂങ്ങയെ കണ്ടുതൊഴാൻ നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ഭക്തർക്ക് ദർശനം തരുന്ന പോലെ താഴെ എത്തുന്ന ഭക്തരെ നോക്കി വെള്ളിമൂങ്ങ കണ്ണുകളടച്ച് തുറക്കും. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.